ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു 5-5.5 കൊല്ലമായിട്ടുള്ളൊരു ആഗ്രഹം സാധിക്കാനായിട്ട് പോവാണ് കേട്ടോ. ആ ഒരു ആഗ്രഹം കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നവരുണ്ടാവും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഞാനും മോളും റെഡി ആയിട്ടുണ്ട്. ഇക്കാക്കത്തെ കാർ എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു വൈകിട്ട് സമയമായിട്ടുണ്ട്, ഒരു 6:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എടപ്പള്ളിക്കാണ് പോകുന്നത്. ഹയാസിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഹയാസ് വീട്ടിൽ ഈ തേട പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കളി കാര്യങ്ങളാണ്. ഞങ്ങൾ പിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോണ സ്ഥലത്ത് നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഭയങ്കര ഓട്ടവും ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ടൊരു പർച്ചേസിങ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തോ ഒരു ഇലക്ട്രോണിക് സംഭവമാണ് നമ്മൾ വാങ്ങിക്കാൻ പോണേന്നുള്ളത്. ഞങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഹയാസിനാണ് കേട്ടോ. അവൻ തന്നെ പറയുന്നുണ്ട് അവനിക്ക് ഇതൊരെണ്ണം വേണം എന്നുള്ളത്. ചുറ്റുപാടും എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ അവനിക്ക് അവൻ്റെ വീട്ടിൽ ഇതില്ലാത്തതിൻ്റെ ഒരു കുറവ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഓക്സിജൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓക്സിജനിൽ വരുന്നത്. ഇതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ പേപ്പറിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓക്സിജനിലേക്ക് വന്നത്. ഓൾമോസ്റ്റ് ഓണം കഴിഞ്ഞെങ്കിലും ഇവിടെ ഓണത്തിൻ്റെ കലാശക്കൊട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എന്താണ് ഐറ്റം വാങ്ങിക്കാൻ വന്നേക്കണേന്നുള്ളത്. കാരണം ഇക്കാലം നിൽക്കുന്നതിൻ്റെ ആ സൈഡിൽ തന്നെയുള്ള സംഭവമാണ്. നമ്മളൊരു TV വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ TV വാങ്ങിക്കാനാണ് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ പലർക്കും ഇതൊരു ആഗ്രഹമാണോ, ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നൊരു ഫീൽ ഉണ്ടാവും. നമുക്ക് ഇതെന്തായാലും ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ വീട്ടിൽ ഓൾറെഡി TV ഉണ്ടായിരുന്നതാണ്. ഇംപെക്സിൻ്റെ TV നമ്മൾ യൂസ് ചെയ്തതാണ്. നമുക്ക് 2018 ഫ്ലഡ് എഫക്റ്റ് ചെയ്ത സമയത്ത് TVയിലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് റിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്തു. വീണ്ടും കംപ്ലയിൻ്റ് ആയി, വീണ്ടും റിപ്പയർ ചെയ്തു. അങ്ങനെ മാക്സിമം അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് പോയി എന്നുള്ള അവസ്ഥ നമ്മുടെ റിപ്പയർ ചെയ്യുന്ന ചേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്പയറിങ് ഉപേക്ഷിച്ചിട്ടോ. പിന്നീട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും മൊബൈൽ ഫോൺസ് ഉള്ളതുകൊണ്ട് എല്ലാ ന്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ ഫോണിൽ കൂടെ തന്നെ അറിയണുണ്ട്. അതുകൊണ്ട് ഇതൊരു ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. ഇപ്പോൾ പക്ഷേ ഹയാസിനെ ചുറ്റുപാടും എല്ലായിടത്തും TV ഉള്ളതുകൊണ്ടും അവന് ഫോൺ അഡിക്ഷൻ കുറച്ച് കുറയ്ക്കാനും കുറച്ചുകൂടി നല്ല സംഭവം നമ്മുടെ TV ആയിട്ട് തന്നെ തോന്നിട്ടോ. അപ്പോൾ TV നോക്കി വന്നപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല തന്നെ വാങ്ങിക്കണമല്ലോ. അങ്ങനെ നമുക്ക് ഇവിടെ അത്ര വലിയ ഓഫേഴ്സ് കാര്യങ്ങളായിട്ടൊന്നും ഫീൽ ചെയ്യണില്ല. അവർ പേപ്പറിലൊക്കെ കൊടുത്തേക്കുന്ന അത്രയും ഓഫേഴ്സ് ഒന്നും ഇവിടെ വന്നപ്പോൾ നമുക്ക് നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറയാം എനിക്ക് ഈ ഒരു ഡിഷ് വാഷറും കൂടി വാങ്ങിച്ചു തരാൻ. ഒരു അതിമോഹമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. പക്ഷേ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ കണ്ടു. അപ്പോൾ അതിനൊന്ന് തൊട്ട് തലോടി. അതിനുശേഷം നമ്മൾ ഓക്സിജനിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ചുരുക്കം ചില ബ്രാൻഡ്സിന് മാത്രമാണ് അവിടെ ഓഫേഴ്സ് കണ്ടത്. അത് നമുക്ക് അത്ര പോരാന്ന് തോന്നിയോണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്ന്. അങ്ങനെ വന്ന വഴിക്ക് ഇക്കാക്കും വാപ്പിച്ചിക്കൊക്കെ ചെരുപ്പ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കളമശ്ശേരി തന്നെ ഒരു കടയിൽ കയറി ഇക്കാക്ക് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഓക്സിജനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായിട്ട് എഴുന്നേറ്റ്. പിന്നെ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ ഒച്ചപ്പാടും ബഹളവും പ്രശ്നങ്ങളൊന്നുമില്ല. ചെരുപ്പ് വാങ്ങിക്കാൻ കയറിയപ്പോഴും ഏകദേശം ഒരു 8-9 മണി വരെയൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്സ് ഒക്കെ ഉണ്ടാവുന്നത്. നമ്മളിനി ബിസ്മിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് ചെരുപ്പ് സെലക്ട് ചെയ്തിട്ട് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഷടപടിയെന്നും പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഹമ്മയും ഇക്കാക്കയും ആ പയ്യനൊക്കെ സെലക്ട് ചെയ്യണേ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചെറുതിൽ എൻ്റെ വീട്ടിലെ TVയിൽ നമുക്ക് ദൂരദർശൻ്റെ ചാനൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ കേബിൾ ഇങ്ങനെ കണക്ഷൻ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ദൂരദർശനിൽ നമുക്ക് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണിക്ക് സിനിമയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും തീർത്ത് പഠിക്കാനുള്ള ഹോംവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ട് ആ ഒരു സിനിമ കാണാനുള്ള തന്ത്രപ്പാടിൽ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അതൊട്ടും മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബിസ്മിയിലേക്ക് വന്നു. ബിസ്മിയിൽ നിന്ന് നമ്മൾ ഓഫീസിലേക്കൊക്കെ TV വാങ്ങിയേക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇംപെക്സിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള TV ആണ്. ഒത്തിരി വലിപ്പമുള്ളതല്ല, 43 ഇഞ്ചിൻ്റെ TV ആണ് നോക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെയും ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓണം കഴിഞ്ഞെങ്കിലും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആള് ഇക്കാക്കാനെ കൊണ്ട് നടന്ന് എല്ലാ TVകളും കാണിച്ചു കൊടുക്കുമായിരുന്നു. കേബിൾ കണക്ഷൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ കേബിൾ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ പോയിരുന്നിട്ടൊക്കെ TV കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ TVയിൽ സിനിമ കാണാനും പാട്ട് കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്നു കേട്ടോ. ഓരോ പ്രോഗ്രാമും നമ്മളന്ന് ന്യൂസ് പേപ്പറിൽ നോക്കുമായിരുന്നു. ഓരോ ചാനലിലും എപ്പോഴൊക്കെയാണ് പ്രോഗ്രാം, എപ്പോഴൊക്കെയാണ് സിനിമ എന്നൊക്കെ. എന്നിട്ട് ആ സമയം നോക്കിയിട്ടൊക്കെ പോയിരുന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഒരുപാടൊന്നും അങ്ങനെ പോകേണ്ട വന്നിട്ടില്ല, എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഹയാസ് ഇപ്പോൾ ഒരുപാട് നിർബന്ധം പറയുന്നുണ്ട് എനിക്കൊരു ടി വി വേണം എന്നുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ റിലേറ്റീവ്സൊക്കെയാണ്, അപ്പോൾ അവിടെ പോയിട്ട് അവൻ കാണാറൊക്കെ ഉണ്ട്. അവിടെയും കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ അല്ലല്ലോ. അവൻ്റെ ഒരു ടേസ്റ്റിനായിരിക്കില്ല അവിടെ ഉള്ളവർ വെക്കുന്നത്, അവരുടെ ടേസ്റ്റിനായിരിക്കില്ല ഇവൻ വെക്കുന്നത്. എന്നാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അവനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇക്കാടുത്ത് പറഞ്ഞു. അപ്പോൾ ഇക്കാനോട് അവൻ ഡയറക്റ്റ് പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഈ കണ്ട ഒരു ടി വി, ഞാൻ ലാസ്റ്റ് കാണിച്ച ആ ഒരു ടി വി ആണ് കേട്ടോ ചൂസ് ചെയ്തത്. സാംസങ്ങിൻ്റെ 43 ഇഞ്ചിൻ്റെ ടി വിയാണ് ചൂസ് ചെയ്തത്. 30,000 എബോവ് അതിന് എമൗണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ EMIയിലാണ് ടി വി എടുക്കുന്നത്. ഈ ഒരു 5-5.5 കൊല്ലത്തോളം വെയിറ്റിംഗ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ EMIയിലാണ് മിക്കവാറും സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാറ്. നമ്മളൊരു സാധാരണ ആളുകളാണ്, നമുക്ക് റെഡി ക്യാഷ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയതും വാഷിംഗ് മെഷീൻ വാങ്ങിയതും എൻ്റെ ഇപ്പോഴത്തെ ഫോൺ വാങ്ങിയതെല്ലാം നമ്മൾ EMIയിലാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ മാസത്തോടുകൂടി നമ്മുടെ EMIs അവസാനിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഓഫറിൽ നമ്മൾ ടി വി പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ടി വിയൊക്കെ വാങ്ങി അവിടെ ഒരു സ്ക്രാച്ച് കാർഡിൻ്റെ കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് അതൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു ബോക്സിനകത്തൊക്കെ ഇട്ടു. അവിടുത്തെ സെയിൽസ്മാൻ തന്നെ നമുക്ക് വണ്ടിയിലേക്ക് നമ്മുടെ ടി വിയൊക്കെ വെച്ച് തന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു. ഹയാസ് വീട്ടിൽ കട്ട വെയിറ്റിംഗ് ആയിരിക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ടി വി കാണാനായിട്ട്. അങ്ങനെ വേഗം ടി വിയൊക്കെ ഉള്ളിലേക്ക് കയറ്റി നമ്മൾ വേഗം വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഹയാസ് അവിടെ വെയിറ്റിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ടി വി വാങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഒളിഞ്ഞു നോക്കി എൻ്റെ പറഞ്ഞ ടി വി വാങ്ങിയെന്ന് പറഞ്ഞിട്ടോ. ടി വി കണ്ടപ്പോൾ അവൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊന്ന് കണ്ടു തുടങ്ങിയാലാണ് അവനിക്ക് ആശ്വാസമാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടി വി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇക്കാടെ പിള്ളേരും ഹയാസും കൂടി ഡബിൾ ഹാപ്പി ആയിട്ട് ഇതേ ടി വിയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.